ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസ് റോഡിലുള്ള ഒരു കിഡിലൻ മൾട്ടി കുസീൻ റെസ്റ്റോറന്റിന്റെ മുമ്പിലാണ്. അപ്പൊ ഇതാണ് D9 നവരത്ന റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റ് കണ്ടപ്പോ നല്ലൊരു അട്രാക്റ്റീവ് ആൻഡ് പോഷ് ലുക്ക് പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ പാർക്കിംഗ് സ്പേസ് ആയി വരുന്നത്. D9 എന്ന് കണ്ടപ്പോൾ എവിടെയോ കണ്ടു മറന്നതുപോലെ തോന്നി. അപ്പോഴാണ് ഓർമ്മ വന്നത് D9 ബൈ മൊണാർക്ക് റെസ്റ്റോറന്റിൽ നമ്മൾ മുമ്പ് ഡൈൻ ചെയ്തിട്ടുണ്ടെന്ന്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമുക്കിനി ഈ ഒരു റെസ്റ്റോറന്റും എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഈ കാണുന്നതാണ് ഇവരുടെ മെയിൻ റിസപ്ഷൻ ഏരിയ. ഇവിടെ ഇവരുടെ ടുഡേ സ്പെഷ്യൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വളരെ ടെംപ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. ഇവിടെ തന്നെ ഇവർക്ക് നല്ലൊരു കൂൾ ആൻഡ് കോംഫി വെയിറ്റിംഗ് ലോഞ്ചും കൂടി ഉണ്ട്. ഇവിടെ വന്നപ്പോഴും അതേപോലെ ഇവരുടെ D9 റെസ്റ്റോറന്റിൽ പോയപ്പോഴും ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ഇവരുടെ റിച്ച് ആൻഡ് പോഷ് ലുക്കിംഗ് ഫർണിച്ചർ ആണ്. ഒരു രക്ഷയില്ല. ടോപ്പ് നോച്ച് ക്വാളിറ്റി ആൻഡ് പ്രസന്റേഷൻ ആണ്. അത് വേറൊന്നും കൊണ്ടല്ല, കാരണം ഈ രണ്ട് റെസ്റ്റോറൻറ്റ്സും പാലക്കാടിലെ ടോപ്പ് മോസ്റ്റ് ഫർണിച്ചർ ബ്രാൻഡായ മൊണാർക്ക് ഗ്രൂപ്പിന്റേതാണ്. അപ്പൊ ഇവരുടെ ആംബിയൻസ് ആയാലും അതിലുള്ള ഫർണിച്ചർ ആയാലും അതിന്റെ സ്റ്റാൻഡേർഡിലും ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസും ഇല്ലെന്ന് തന്നെ പറയാം. ഈ കാണുന്നത് ഇവരുടെ ഫാമിലി പ്രൈവറ്റ് ഡൈനിങ് സ്പേസ് ആണ്. എന്ത് മനോഹരമായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിപ്പോ ഇവരുടെ ഫർണിച്ചർ ആയാലും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആയാലും വാൾ ഹാങ്ങിങ്സ് ആയാലും നല്ല അട്രാക്റ്റീവ് ആൻഡ് പോഷ് ലുക്ക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇവരുടെ കോമൺ ഡൈനിങ് സ്പേസ് ആയാലും അതേപോലെ ഇവരുടെ പ്രൈവറ്റ് ഡൈനിങ് സ്പേസ് ആയാലും രണ്ടും എയർ കണ്ടീഷൻഡ് ആണ്. എല്ലാ ടേബിളിലും ഇവരുടെ മസ്റ്റ് ഐറ്റംസിന്റെ ഒരു ചെറിയ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്ന് ഇവരുടെ മെയിൻ മെനു ഒന്ന് നോക്കിക്കളയാം. നല്ല ഹ്യൂജ് മെനു ആണ്. അതായത് ഒരുവിധം എല്ലാ കാറ്റഗറീസും ഉണ്ട്. സൂപ്സ് ഉണ്ട്, സാലഡ്സ് ഉണ്ട്, സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. സ്റ്റാർട്ടേഴ്സിൽ തന്നെ ചിക്കൻ, മട്ടൺ, ബീഫ്, പ്രോൺസ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവരുടെ ബ്രെഡ് ഐറ്റംസ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ഗ്രേവീസ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഗ്രേവീസ് ഉണ്ട്, ചൈനീസ് ഗ്രേവീസ് ഉണ്ട്, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ഗ്രിൽ സ്റ്റേഷൻ, പ്ലാറ്റേഴ്സ്, സീ ഫുഡിനായിട്ട് സെപ്പറേറ്റ് സെക്ഷൻ, പിന്നെ ഡക്ക് വിഭവങ്ങളുണ്ട്, കോണ്ടിനെന്റൽ ഡിഷസ് ഉണ്ട്, ഡെസേർട്സ് ഉണ്ട്, പിന്നെ ഹോട്ട് ബേവറേജസും ഉണ്ട്. പിന്നെ ഇതേ കാറ്റഗറീസിൽ തന്നെ വെജിറ്റേറിയൻസിനായിട്ട് ഒരു സെപ്പറേറ്റ് മെനുവും വരുന്നുണ്ട്. ഈ ഒരു സംഭവം D9 റെസ്റ്റോറന്റിലും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നല്ലൊരു ഐഡിയ ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം വെജിറ്റേറിയൻസിനപ്പോ നോൺ വെജിറ്റേറിയൻസിന്റെ മെനുവിൽ കൂടെ നോക്കാതെ തന്നെ അവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഇവർക്ക് മന്തിക്ക് ഒരു സെപ്പറേറ്റ് മെനു തന്നെയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള സസ്പെൻസ് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അപ്പൊ മാനേജർ കുറച്ച് ഐറ്റംസ് സജസ്റ്റ് ചെയ്തത് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ ആദ്യം എത്തിയത് ഇവരുടെ ഒരു സൂപ്പാണ്. സാധാരണഗതിയിൽ സൂപ്പ് ഓർഡർ ചെയ്യാറില്ല, കാരണം നമ്മുടെ അപ്പിറ്റൈറ്റ് നഷ്ടമാവും എന്നുള്ളത് കൊണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ മട്ടൺ ഹെർബൽ സൂപ്പ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഈ ഒരു റേറ്റിന്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഒരു സിപ്പ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. നല്ലൊരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സൂപ്പാണ്. അതായത് നമ്മുടെ ആട്ടിങ്കാൽ സൂപ്പിന്റെ ഇവരുടേതായ ഒരു പെപ്പർ സ്പൈസി വേർഷൻ. പിന്നെ വന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രസന്റേഷനിലുള്ള സാലഡാണ്. അപ്പൊ ഇതാണ് ഇവരുടെ ക്രഞ്ചി ചിക്കൻ പൈനാപ്പിൾ സാലഡ്. നമുക്ക് ഇതിൽ നിന്നും കുറച്ചെടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. നല്ല മീഡിയം ഫ്രൈഡ് ചിക്കൻ പീസസും പൈനാപ്പിൾ പീസസും ടൊമാറ്റോ, ക്യാരറ്റ്, സ്പ്രിംഗ് അണിയൻ പോലുള്ള സെലക്റ്റീവ് വെജീസും ഇവരുടെ സ്പെഷ്യൽ മയോണൈസിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ സാലഡ് തന്നെയാണ്. പിന്നെ വന്നത് ഇവരുടെ ഒരു ടെംപ്റ്റിംഗ് ലുക്കിംഗ് മന്തി ഐറ്റം ആണ്. അതിന്റെ കൂടെ സാൽസ ഡിപ്പും മയോണൈസും വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവരുടെ ഒരു കിഡിലൻ സ്റ്റാർട്ടറും വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ ചിക്കൻ ബാംബൂ സ്റ്റിക്ക്. ഇത് കണ്ടാൽ ശരിക്കും ഒരു ചൈനീസ് ഫ്ലേവറിലുള്ള സ്ക്യൂർ ചിക്കൻ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. മറ്റ് പല റെസ്റ്റോറന്റുകളിലും ഇങ്ങനെ ബൈറ്റ് ചെയ്ത് വലിച്ചെടുക്കുമ്പോൾ ചിക്കൻ കിട്ടാറുള്ളതാണ്. ഇതൊരു പക്ഷേ ബാംബൂ കൊണ്ടുണ്ടാക്കിയ സ്റ്റിക്ക് കൊണ്ടാന്ന് തോന്നുന്നു ചിക്കൻ ശരിക്കും ഒട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്കിനി സൈഡിൽ നിന്നും ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. കൊള്ളാം. ശരിക്കും ഒരു ടിപ്പിക്കൽ ഓറിയന്റൽ ഫ്ലേവർ ആണ്. അതായത് സ്വീറ്റ് ആൻഡ് സ്പൈസി ചൈനീസ് ഫ്ലേവർ ആണ്. ചൈനീസ് ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. പിന്നെ വന്നത് ഇവരുടെ ഒരു നൂഡിൽസ് ഐറ്റം ആണ്. അപ്പൊ അതിലേക്കുള്ള സോസസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ നൂഡിൽസ് കാണാനും നല്ല ടെംപ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഒരു ഫ്രൈഡ് സ്റ്റാർട്ടർ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇവരുടെ കോക്കോസ് പാൻ ഫ്രൈഡ് ചിക്കൻ. ഈ ഒരു റേറ്റിന് നല്ല ഇനഫ് ക്വാണ്ടിറ്റി വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ ക്യാരറ്റിന്റെയും അണിയന്റെയും സാലഡും വരുന്നുണ്ട്. കണ്ടിട്ട് നല്ലൊരു ക്രിസ്പി ചിക്കൻ ഫ്രൈ ആണ് തോന്നുന്നു. പിന്നെ ഇത് പാൻ ഫ്രൈ ചെയ്തത് കൊണ്ട് അധികം എണ്ണ കുടിച്ചിട്ടില്ല. ഇത് കാണുമ്പോ ബോൺലെസ് പോലെ തോന്നിക്കും, പക്ഷെ പിച്ച് നോക്കിയപ്പോ എല്ല് കണ്ടപ്പോ മനസ്സിലായി. അപ്പൊ നമുക്ക് ആ സാലഡും കൂട്ടി ഒന്ന് ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
കൊള്ളാം. നല്ല കിഡിലൻ ചിക്കൻ ഫ്രൈ, അതായത് തേങ്ങ ചിരവിയത് കോട്ട് ചെയ്ത് വറുത്തെടുത്ത ഒരു ചിക്കൻ ഫ്രൈ ആണ്. ശരിക്കും നല്ല ക്രിസ്പി ചിക്കൻ 65ന്റെ ഇവരുടെ വേർഷൻ പോലെ ഫീൽ ചെയ്തു. പിന്നെ വന്നത് ഇവരുടെ ഒരു ബെസ്റ്റ് സെല്ലർ ബിരിയാണിയാണ്. അപ്പൊ അതിന്റെ കൂടെ അച്ചാറും ഉണ്ട്, റൈത്തയും ഉണ്ട്. അപ്പൊ ഇതാണ് നേരത്തെ വന്ന ഇവരുടെ നൂഡിൽ ഐറ്റം, ബേൺ ഗാർലിക് ചിക്കൻ നൂഡിൽസ്. ശരിക്കും നല്ലൊരു കളർഫുൾ പ്രസന്റേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. നമുക്ക് എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, എക്സലന്റ് ബേൺ ഗാർലിക് നൂഡിൽസ്. അതായത് ശരിക്കും ഒരു ക്രീമി ഗാർലിക് ഫ്ലേവർ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഇവരുടെ മെക്സിക്കൻ സ്പൈസി അൽഫഹാം മന്തി. അതിന്റെ ക്വാർട്ടർ പോർഷൻ ആണ് ഈ കാണുന്നത്. ഇത് കണ്ടപ്പോഴേ വായിൽ നിന്നും വെള്ളം ഊറുന്നുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. നല്ല കിടിലൻ പ്രസന്റേഷൻ, നല്ലൊരു ഫ്ലേവേർഡ് ദം കുക്ക് മന്തി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ അരോമ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ട്. ഇവരുടെ ചിക്കന്റെ ക്വാർട്ടർ പോർഷൻ അത്യാവശ്യത്തിന് നല്ല വലിയ സൈസും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലുള്ള കോട്ടിംഗ് ആണ് വളരെ ടെംപ്റ്റിംഗ്. അതായത് നല്ല മൊരിഞ്ഞ ഉള്ളി ഫ്രൈയും പിന്നെ ഹെർബ്സിന്റെ ഒക്കെ ഒരു സ്പെഷ്യൽ ഗാർണിഷിങ്ങോട് കൂടിയുള്ള അൽഫഹാം. പിന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു സ്പൈസി മെക്സിക്കൻ സോസിന്റെ മാരിനേഷനും കാണാം. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ വരുന്ന സാൽസ ഡിപ്പ് കുറച്ചെടുത്തിടാം. പിന്നെ ഇവരുടെ മയണൈസും കുറച്ചെടുത്തിടാം. ഇനി ഇത് രണ്ടും മിക്സ് ചെയ്ത് ഇവരുടെ മന്തി റൈസും കൂട്ടിക്കുഴച്ച് നമുക്ക് ഇതിൽ നിന്നും ഒരു ചിക്കൻ പീസ് പൊട്ടിച്ച്, പിന്നെ ഇതിൽ ഏറ്റവും ടെംപ്റ്റിംഗ് ആയി തോന്നുന്ന ഇവരുടെ അണിയൻ ഫ്രൈ ഗാർണിഷിങ്ങും ഹെർബ്സും റൈസിലേക്ക് ഇട്ട് ഇതെല്ലാം കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല കിടിലൻ മന്തി. അതായത് ആ സ്പൈസി മെക്സിക്കൻ സോസും പിന്നെ മൊരിഞ്ഞ ഉള്ളിയും കൂടി ആയിട്ട് ചിക്കൻ മന്തി വേറൊരു ലെവൽ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ബിരിയാണി ആയിട്ട് ഇവർ സജസ്റ്റ് ചെയ്തത് ഇവരുടെ ബെസ്റ്റ് സെല്ലറായ നവരത്ന കാന്താരി ചിക്കൻ ബിരിയാണിയാണ്. അതിന്റെ ഹാഫ് പോർഷൻ ആണ് ഈ കാണുന്നത്. അത് തന്നെ നല്ല ക്വാണ്ടിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. 2 പീസ് ചിക്കൻ ഉണ്ട്, പിന്നെ ഇതിന്റെ കൂടെ മുട്ടയും ഉണ്ട്. കാന്താരി ഫ്ലേവർ ആയതുകൊണ്ട് മൊത്തത്തിൽ ഒരു ഗ്രീനിഷ് അപ്പിയറൻസ് ആണ് ഫീൽ ചെയ്തത്. അപ്പൊ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഇതിൽ ലെഗ് പീസ് തന്നെ അടിച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് ആ മുട്ടയും എടുത്തിട്ട് ചോറിലേക്ക് കുറച്ച് റൈത്തയും ഒഴിച്ച്, പിന്നെ അച്ചാറ് വേണ്ടവർക്ക് അതും ഉണ്ട്. പക്ഷെ എനിക്ക് നാരങ്ങ അച്ചാർ ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് എന്തായാലും ഈ ചിക്കൻ ഒന്ന് ഒരു പീസ് പൊട്ടിച്ച്, ചിക്കൻ നല്ല ദം കുക്ക് ചിക്കൻ തന്നെയായിരുന്നു. അപ്പോ ഇതിന്റെ കൂടെ ആ കാന്താരി ഫ്ലേവർ ഉണ്ടെന്ന് മാത്രം. ഇനി ആ മുട്ടയും പൊട്ടിച്ച് എല്ലാം കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ലൊരു വെറൈറ്റി ബിരിയാണി തന്നെയാണ്. അതായത് കാന്താരി ഫ്ലേവറിലുള്ള ഒരു ബിരിയാണി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല അടിപൊളി ഫുഡിന് ശേഷം ഡെസേർട്ടായിട്ട് ഓർഡർ ചെയ്തത് ഇവരുടെ ഒരു മിനി ഫലൂഡയാണ്. നല്ല പ്രസന്റേഷൻ, നല്ല ക്വാണ്ടിറ്റി, നല്ല അഫോർഡബിൾ പ്രൈസ് ആയിട്ട് തോന്നി. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഫലൂഡ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐസ്ക്രീം ഒക്കെ നല്ല പ്രീമിയം ബ്രാൻഡിന്റെ ആണെന്ന് തോന്നുന്നു. ആദ്യം തന്നെ വാനില വരുന്നുണ്ട്, അതിന്റെ താഴെ സ്ട്രോബെറി വരുന്നുണ്ട്, മാംഗോ വരുന്നുണ്ട്, പിസ്ത വരുന്നുണ്ട്, പിന്നെ കസ്കസ് വരുന്നുണ്ട്. കുറച്ചും കൂടി ഡീപ്പായി ഡിഗ് ചെയ്തപ്പോ ഇവരുടെ സേമിയ കിട്ടുന്നുണ്ട്, പിന്നെ പലതരം കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ജെല്ലി ഉണ്ട്. ഈ ഒരു റേറ്റിന് ഇവരുടെ ഈ ഫലൂഡ വേർത്ത് ക്വാണ്ടിറ്റി ആണ്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. പിന്നെ ഇതെല്ലാം കഴിച്ച് ദാഹിച്ചപ്പോ പറഞ്ഞതാണ് ഇവരുടെ 2 ഫ്ലേവറിലുള്ള മൊഹിത്തോസ്. അപ്പൊ ഇതാണ് ഇവരുടെ പാഷൻ ഫ്രൂട്ട് മൊഹിത്തോ. മൊഹിത്തോസ് രണ്ടും ഒരേ റേറ്റ് തന്നെയാണ്. വളരെ റീസണബിൾ ആയിട്ട് തോന്നി. അതേപോലെ നല്ല ക്വാണ്ടിറ്റി, നല്ല പ്രസന്റേഷൻ. അപ്പൊ ഇതൊന്ന് സിപ്പ് ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ല തേഴ്സ്റ്റ് ക്വെഞ്ചിങ് ചിൽഡ് മൊഹിത്തോ. അതും പാഷൻ ഫ്രൂട്ടിന്റെ ആ ഒരു ഫ്ലേവർ തന്നെയാണ്. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ ഗ്രീൻ ആപ്പിൾ മൊഹിത്തോ ആണ്. ഇതും ഒരു സിപ്പ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, ഇതും നല്ല ചിൽഡ് തേഴ്സ്റ്റ് ക്വെഞ്ചിങ് മൊഹിത്തോ തന്നെയാണ്. അതായത് രണ്ടും ഒരേ റേറ്റും ഒരേ ക്വാണ്ടിറ്റി തന്നെയാണ്. അപ്പൊ ഇന്നത്തെ ഒരു കിഡിലൻ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. മൊത്തത്തിൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ആംബിയൻസ് ആയാലും, ഫുഡ് ആയാലും, ഫർണിച്ചർ ആയാലും, പ്രസന്റേഷൻ ആയാലും, ഹോസ്പിറ്റാലിറ്റി ആയാലും, സർവീസ് ആയാലും എല്ലാം D9 റെസ്റ്റോറന്റിന്റെ ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു. അന്ന് അവിടെ ലഞ്ച് ആയിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഡിന്നറിനാണ് വന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ സർപ്രൈസ് ഫാക്ടർ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതായത് മന്തി ലവേഴ്സിന് ഉടനെ തന്നെ അറബ് മന്തി പാലസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് ഇവരുടെ ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അങ്ങനെ പാലക്കാടിലെ മന്തി ലവേഴ്സിന് ഒരു സ്പോട്ടും കൂടി വരികയാണ്. ഓൾമോസ്റ്റ് 30 to 40 പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള കപ്പാസിറ്റി വരുന്നുണ്ട്. അതേപോലെ ഇവർക്ക് പല ഫ്ലേവറിലുള്ള ചിക്കൻ മന്തി അല്ലെങ്കിൽ ബീഫ് മട്ടൻ മന്തി മാത്രമല്ല സീ
ഫുഡ് മന്തി, അതായത് ഫിഷ് മന്തിയും പ്രോൺസ് മന്തിയും വരുന്നുണ്ട്. ഇത്രയ്ക്കും നല്ല ഫൈൻ ഡൈനിങ് സ്പേസിൽ മന്തി കഴിക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പൊ പാലക്കാട്ടെ ജനങ്ങൾക്ക് മന്തിയുടെ ഒരു ഉത്സവകാലം തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയുമായിരിക്കാം, ഇവർക്ക് റെസ്റ്റോറന്റ് മാത്രമല്ല കേറ്ററിംഗ് സർവീസസും ഉണ്ട്. അതുമാത്രമല്ല ഇവർക്ക് സെക്കൻഡ് ഫ്ലോറിൽ ഒരു പാർട്ടി ഹാളും ഉണ്ട്. അതായത് ഒരേ സമയത്ത് ഓൾമോസ്റ്റ് 100 പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വരുന്നുണ്ട്. എയർ കണ്ടീഷൻഡുമാണ്. അപ്പൊ ആ ഒരു കപ്പാസിറ്റി ക്രൗഡിന് വേണ്ടിയിട്ടുള്ള ഏതൊരു പ്രോഗ്രാമും നിങ്ങൾക്ക് ഇവിടെ നടത്താം. ഹാള് ഫ്രീ ആണ്, നിങ്ങൾ ഫുഡിന് മാത്രം പേ ചെയ്താൽ മതി. ലിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് പ്രായമായവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ പുറത്തു നിന്ന് കണ്ട് പേടിച്ച് കയറാതിരിക്കണ്ട. ഫുഡൊക്കെ വളരെ റീസണബിൾ ആണ്. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.